എല്ലാവർക്കും പുന്നസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് LP വിഭാഗക്കാർക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന കുറച്ച് ക്വിസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. ഈ ക്വിസ് ശിശുദിനത്തോടനുബന്ധിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ശിശുദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ലോക ശിശുദിനം എന്നാണ്? ഉത്തരം നവംബർ 20. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ജനിച്ചത് എന്നാണ്? ഉത്തരം 1889 നവംബർ 14. നെഹ്റുവിൻ്റെ പിതാവിൻ്റെ പേര് എന്താണ്? ഉത്തരം മോത്തിലാൽ നെഹ്റു. നെഹ്റുവിൻ്റെ മാതാവിൻ്റെ പേര്? സ്വരൂപ് റാണി. നെഹ്റുവിൻ്റെ പത്നിയുടെ പേര്? ഉത്തരം കമല നെഹ്റു. നെഹ്റുവിൻ്റെ മകളുടെ പേര് എന്താണ്? ഉത്തരം ഇന്ദിരാഗാന്ധി. ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം രത്നം. നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമനപ്പേര് എന്താണ്? ഉത്തരം ചാച്ചാജി. നെഹ്റു വിവാഹിതനായ വർഷം എന്നാണ്? ഉത്തരം 1916. ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. നെഹ്റുവിന് ഭാരതരത്നം ലഭിച്ച വർഷം എന്നാണ്? 1985. നെഹ്റു പുരസ്കാരം ആദ്യമായി ലഭിച്ച വനിത ആര്? ഉത്തരം മദർ തെരേസ. നെഹ്റുവും ഗാന്ധിജിയും ആദ്യമായി കണ്ടുമുട്ടിയ കോൺഗ്രസ് സമ്മേളനം ഏത്? ഉത്തരം ലക്നൗ സമ്മേളനം. ജവഹർലാൽ നെഹ്റു ആരംഭിച്ച പത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം നാഷണൽ ഹെറാൾഡ്. നെഹ്റു ആദ്യമായി ജയിലിൽ പോയ വർഷം എന്നാണ്? ഉത്തരം 1921. ജവഹർലാൽ നെഹ്റു എത്ര തവണ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്? ഉത്തരം 9 തവണ. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു.